അതെ, ഷിനോബി ആവുക എന്നത് വളരെ ഫണ്ണായിട്ടുള്ള കാര്യമാണ്. ഗ്രാമത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം അച്ഛനമ്മ അടങ്ങുന്ന മുഴുവൻ കുലത്തെ ഒറ്റ രാത്രി കൊണ്ട് അരിഞ്ഞു തള്ളിയപ്പോൾ ഇറ്റാച്ചി കേട്ടിയത് എക്സ്ട്രീം ഫണ്ണായിരുന്നു. സ്വന്തം ഗ്രാമത്തിൽ ഒരു ഇമ്പോസ്റ്ററുടെ സ്ഥാനമാണെന്ന് മനസ്സിലാക്കി സ്വന്തം കൂട്ടുകാരന്റെ ഇടിമിന്നൽ നെഞ്ചും തകർത്തു പോയപ്പോൾ റിൻ അനുഭവിച്ച ഫണ്ണിന്റെ ആഘാതത്തിൽ അവിടെ രണ്ടുപേർക്കും മാങ്കയ്ക്ക് വരെ അവേക്കനായി. എന്തിനോ വേണ്ടിയുള്ള റൈവലറിയുടെ പേരിൽ സെഞ്ചു ഉച്ചിഹ യുദ്ധത്തിൽ തങ്ങളുടെ അനിയന്മാർ പിടഞ്ഞു വീഴുന്നത് കണ്ടപ്പോൾ ഹാഷറാമയും മാതറയും അനുഭവിച്ചത് എക്സ്ട്രീം ഫണ്ണായിരുന്നു. ഗ്രാമങ്ങളുടെ നേട്ടത്തിനും ലാഭത്തിനും വേണ്ടി 1 മുതൽ 4 വരെയുള്ള ഷിനോബി യുദ്ധങ്ങളിൽ കുന്നുകൂടിയ ശവകൂമ്പാരത്തിൽ ഷിനോബികൾ അനുഭവിച്ചത് പറയാൻ വാക്കുകളില്ലാത്ത ഫണ്ണായിരുന്നു. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഫണ്ണുകളുടെ ഒരു കലവറയുടെ കൂമ്പാരം തന്നെയായിരുന്നു ഷിനോബി വേൾഡ്. ഹിമവാരി അങ്ങനെ പറഞ്ഞതിൽ അത്ഭുതമില്ല. കാരണം അവൾ ജീവിക്കുന്നത് വാറില്ലാത്ത ഒരു പീസ്ഫുൾ ഇറയിലാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരായിട്ടുള്ള ആൻസസ്റ്റേഴ്സ് അനുഭവിച്ചിട്ടുള്ളതിന്റെ 7/1 നമ്മൾ അനുഭവിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഇന്നുള്ള ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കാതെ സ്റ്റിൽ വി ആർ കംപ്ലൈനിങ് അബൌട്ട് അവർ ലൈഫ്. വളരെ ചെറിയ കാര്യത്തിൽ ഡിപ്രസ്ഡായി മനസ്സുമെടുക്കുന്ന നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് അവരുടെ ചെറുപ്പത്തെ പറ്റി ഒന്ന് ചോദിച്ചാൽ മതി. എന്നാലും നമുക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം പണ്ടാരോ പറഞ്ഞതുപോലെ, those who do not know pain will never understand true peace.